ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സൺഫ്ലവർ ബണ്ടാനയാണ്. ഗ്രാനി സ്ക്വയർ സൺഫ്ലവറിൽ ചെയ്തിട്ട് നമ്മൾ ഒരു അടിപൊളിയായിട്ടുള്ള ബണ്ടാനയാണ് ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ആക്രിലിക് യെല്ലോ കളർ, ബ്രൈറ്റ് ആയിട്ടൊരു യെല്ലോ കളറാണ്. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ബ്രൗൺ കളറും ദെൻ ഒരു ഡാർക്ക് ഗ്രീൻ കളറും എടുക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ 4mm ഹുക്കും യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഫസ്റ്റ് നമ്മൾ ബ്രൗൺ കളർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ആൻഡ് നമ്മൾ സ്ലിപ്പ് നോട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ആൻഡ് നമ്മൾ മാജിക് സർക്കിൾ ആട്ടോ ഫസ്റ്റ് ഇടേണ്ടത്. മാജിക് സർക്കിൾ ചെയ്തിട്ട് അതിൽ നമ്മൾ 8 സിംഗിൾ ക്രോഷീസ് ആണ് ചെയ്യേണ്ടത്. ആൻഡ് നമുക്ക് സിംഗിൾ ക്രോഷീസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. 1 single crochet, then 2 single crochet, then 3 single crochet, and ഇങ്ങനെ നമ്മൾ 8 സിംഗിൾ ക്രോഷേസ് ചെയ്തെടുക്കണം. ഇത് നമ്മൾ ആ ഒരു മിഡ് പോർഷന് വേണ്ടിയിട്ടാണ്. സൺഫ്ലവറിൻ്റെ മിഡ് പോർഷനിൽ നമ്മൾക്കൊരു ബ്രൗൺ സീഡ്സിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു പോർഷന് വേണ്ടിയിട്ടാണ്. ആൻഡ് ഇതുപോലെ നമ്മൾ 8 സിംഗിൾ ക്രോഷ് ചെയ്തതിന് ശേഷം നമ്മൾ എക്സസൈസ് ചെയ്യുന്ന ഒരു ബാക്കിൽ ചെറിയാണ് വലിച്ച് നമുക്ക് മാജിക് സർക്കിൾ കിട്ടും. ആൻഡ് ഇപ്പം നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു യാണ പിടിച്ച് വലിക്കുമ്പോൾ നമുക്ക് ആ ഒരു സർക്കിൾ ഷേപ്പിൽ കിട്ടും. ആൻഡ് ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ ഒരു സിംഗിൾ ക്രോഷിയായിട്ട് കണക്ട് ചെയ്യുക, സ്ലിപ്പ് നോട്ട് വെച്ച് കണക്ട് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് നമുക്ക് യെല്ലോ കളർ വെച്ചിട്ട് അതിൻ്റെ ആ പെറ്റൽസ് ആണ് ചെയ്യാനുള്ളത് കേട്ടോ. ആൻഡ് ഇത് നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ദെൻ ഇപ്പം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്കത് ഇങ്ങനെ വലിച്ചിട്ട് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. ദെൻ നമുക്ക് ആ പെറ്റൽസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അതിന് നമ്മൾ ഈ ബ്രൈറ്റ് യെല്ലോ യാണാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ 3 യാണ് നമ്മുടെ ലോക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അടുത്തുള്ള ലോക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ച യാൺസാണ്. ആൻഡ് അതൊക്കെ മതിയാവും. ബിക്കോസ് ഹെയർ ആക്സസറി ആകുമ്പോൾ നമ്മൾ അതിന് വേണ്ടി നമ്മൾ പുറത്ത് ഓർഡർ ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ആൻഡ് ദെൻ നമ്മളിതാ സ്ലിപ്പ് നോട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ദെൻ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു ലാസ്റ്റ് ചെയ്തതിൻ്റെ അവിടെ ഒരു ഗ്യാപ്പ് വരും. അപ്പോൾ നമ്മൾ ആ ഗ്യാപ്പിലോട്ടാണ് നമ്മൾ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റിന് 3 ചെയിൻ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 ചെയിൻ ഇടുക. 1 then 2 then 3 ദെൻ നമ്മൾ ആ ഒരു സെയിം ലൂപ്പിലോട് തന്നെ സെക്കൻഡ് ഡബിൾ ക്രോഷ്യ ഇങ്ങനെ ചെയ്യുക. ആൻഡ് അത് നമ്മൾ ഡബിൾ ക്രോഷ്യയുടെ ഫസ്റ്റ് പോർഷൻ ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത ഡബിൾ ക്രോഷ്യ ചെയ്യുക. ആൻഡ് ലാസ്റ്റ് നമുക്ക് ആ ഒരു പെറ്റലിന് ഷാർപ്പ് എൻഡ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ 4 ടൈംസ് ഈ ഒരു സെയിം പാറ്റേൺ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ഹുക്കിൽ നമുക്ക് 4 ലൂപ്സ് കാണാം. ആ 4 ലൂപ്സ് നമ്മൾ യാൺ ടേൺ ഓവർ ചെയ്തിട്ട് ഒറ്റ സ്ട്രെച്ചിലെല്ലാം ലൂപ്പിലൂടെയും ആ ഒരു യാൺ എടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഷാർപ്പ് എൻഡ് കിട്ടും. ദെൻ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് ഇതുപോലെ 2 ചെയിൻ ചെയ്യുന്നു. 1 ഡബിൾ ക്രോഷ്യ, അത് നമ്മൾ ഫുള്ളായി ചെയ്യണം കേട്ടോ. ആൻഡ് രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യയിൽ നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു ടേൺ ഓവറിന് ശേഷം യാൺ ലൂപ്പ് ചെയ്തിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്ത് നെക്സ്റ്റ് ഇതുപോലെ ചെയ്യാം. ആൻഡ് അങ്ങനെ 4 ടൈംസ് നമ്മൾ ഈ ഒരു സംഭവം റിപ്പീറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് വരുന്ന 4th ഡബിൾ ക്രോഷ്യയിൽ വരുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 4 ലൂപ്സ് ആ ഹുക്കിൽ ഫോം ചെയ്യും.
ആ ആ ലൂപ്സ് ഫുള്ളായിട്ട് നമ്മൾ യാൺ ടേൺ ഓവർ ചെയ്തിട്ട് എല്ലാ ലൂപ്പിലൂടെയും കടത്തുകയാണ് വേണ്ടത്. ആൻഡ് ഇങ്ങനെ നമ്മൾ 8 പെറ്റൽസ് നമ്മൾക്ക് ചെയ്തെടുക്കണം. ആൻഡ് ഇത് നമ്മളെ 3ാമത്തെ പെറ്റലാണ്. ആൻഡ് ഭയങ്കര വൃത്തിക്ക് ചെയ്യുക. പെറ്റൽസിൻ്റെ നമ്പർ കുറയുന്നതനുസരിച്ച് നമ്മുടെ ആ ഒരു ഡിഫറെൻറ്റ് സൈസാവും. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ ആ ഒരു വൃത്തിക്ക് കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര പെർഫെക്റ്റായിട്ട് മാക്സിമം ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നമ്മുടെ ബണ്ടാന ഫുള്ളായി വരുമ്പോൾ അതിന് ഗ്യാപ്പ് നല്ല അധികം മീൻസ് അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് ഗ്യാപ്പ് ഉണ്ടാവും. അതുകൂടാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഗ്യാപ്പ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് കറക്റ്റ് ആ ഒരു 8 പെറ്റൽസ് തന്നെ മാക്സിമം എടുക്കാൻ ട്രൈ ചെയ്യാം കേട്ടോ. ദെൻ ഇപ്പോൾ നമ്മളിത് 4 പെറ്റൽസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് കാണാം. ഇപ്പം നമ്മളിത് ഫുള്ളായിട്ട് ചെയ്തിട്ട് അത് ഫസ്റ്റ് ചെയ്ത ആ ഒരു സ്റ്റിച്ചിലിട്ട് ടൈറ്റൻ ചെയ്തിട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് ആ ഒരു സൺഫ്ലവറിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബോർഡർ ഗ്രാനി സ്ക്വയർ ആണ്, അതിൻ്റെ ആ ഒരു ഗ്രീൻ സംഭവമാണ് ചെയ്യാനുള്ളത്. ആൻഡ് നമ്മൾ നെക്സ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ യാണാണ്. ആൻഡ് ഇത് നമ്മൾ നോർമൽ ഗ്രാനി സ്ക്വയറൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്. സ്ലിപ്പ് നോട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ 3 ചെയിൻസ് ഇടുകയാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം ആ ഒരു ഫ്ലവറിൻ്റെ അതുമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചെയിൻസ് ഇടേണ്ടത് കേട്ടോ. ദെൻ 3 ചെയിൻസ് ഇടുക. ദെൻ നമ്മൾ ഡബിൾ ക്രോഷ്യേസ് ചെയ്യുക കേട്ടോ. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ആ സെയിം ലൂപ്പിൽ തന്നെ സെക്കൻഡ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഫസ്റ്റ് നമ്മൾ 3 ചെയിൻസ് ചെയ്യില്ല, അതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചായി കൺസിഡർ ചെയ്യുക കേട്ടോ. ആൻഡ് തേർഡ് ഡബിൾ ക്രോഷ്യ. ആൻഡ് ഇപ്പോൾ നമ്മൾ ആ സെയിം ലൂപ്പ് തന്നെ 3 ഡബിൾ ക്രോഷ്യേസ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ 2 ചെയിൻസ് ചെയ്യണം. ആൻഡ് സെയിം 1 ഡബിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ, ദെൻ 3 ഡബിൾ ക്രോഷ്യ. ആ ഒരു സെയിം സ്റ്റിച്ചിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു 3 ഡബിൾ ക്രോഷ്യ, ദെൻ 2 ചെയിൻസ്, വീണ്ടും 3 ഡബിൾ ക്രോഷ്യ. ഈ ഒരു സെയിം സ്റ്റിച്ചിൽ നമ്മൾ ചെയ്യുന്നത്, കാരണം ആ കോർണർ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. ദെൻ നമ്മളിതാ നെക്സ്റ്റ് ആ ഒരു പെറ്റലിൻ്റെ ആ ഒരു ചെയിൻ ഗ്യാപ്പിലോട്ട് നമ്മൾ 1 ഡബിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ ആൻഡ് 3 ഡബിൾ ക്രോഷ്യ. ആ ഒരു സ്റ്റിച്ച് നമ്മൾ 3 ഡബിൾ ക്രോഷ്യ മാത്രം ചെയ്താൽ മതി. ദെൻ നെക്സ്റ്റ് സ്റ്റിച്ചിലോട്ട് ഇതുപോലെ 1 ഡബിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ, ദെൻ 3 ഡബിൾ ക്രോഷ്യ, then chain 2, then again 1 double crochet, 2 double crochet and 3 double crochet. ആൻഡ് ഇപ്പോൾ നമ്മളിതാ ഒരു സൈഡ് ചെയ്തിട്ടുണ്ട്, 2 കോർണർ ഫോം ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് സ്റ്റിച്ചിലോട്ട് ഇതുപോലെ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ, ആ ചെയിൻ ഗ്യാപ്പിലോട്ട് നമ്മൾ 3 ഡബിൾ ക്രോഷ്യേസ് ചെയ്യുക. നമ്മൾ ഈ ഗ്രാനി സ്ക്വയർ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് എക്സസ് യാണ്, നമ്മൾ പലയിടത്തും കട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് യാണ് അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ ആ ഒരു എക്സസ് യാണൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ച് മീൻസ് ആ ഒരു നീഡിൽസ് വെച്ചിട്ട് നമ്മൾ അതൊക്കെ ഉള്ളോട്ട് ഇൻസേർട്ട് ചെയ്യാട്ടോ ചെയ്യുക. ഞാൻ ഗ്രാനി സ്ക്വയർ ചെയ്യുന്ന ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഉണ്ട്, അതൊരു ഡെയ്സി ഫ്ലവറാണ്. ഏകദേശം ഈ ഒരു പാറ്റേണിനാണ്, ചെറിയ പെറ്റൽസിൽ ഡിഫറൻസ് വരുന്നുണ്ട്. ആൻഡ് ഗ്രാനി സ്ക്വയർ നിങ്ങൾക്ക് അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. ആൻഡ് ഇതുപോലെ ഈ ഒരു പാറ്റേൺ നമ്മൾ
ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിതാ ഈ ഒരു സ്റ്റിച്ചും കൂടിയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 കോർണേഴ്സുമായി. ഇനി ലാസ്റ്റ് കോർണറാണ് നമുക്ക് ചെയ്യേണ്ടത്. ആൻഡ് ദെൻ ഇപ്പം നമ്മളിതാ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ ഗ്രാനി സ്ക്വയർ. ആൻഡ് യാ ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ ബാക്കിൽ എക്സസ് വരുന്ന അതൊക്കെ നമ്മൾ നീഡിൽസ് വെച്ചിട്ട് ഇൻസേർട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഒരു ഇതിൻ്റെ സെയിം ഹാഫ് പോർഷനിൽ വരുന്നൊരു ഗ്രാനി സ്ക്വയറിൻ്റെ ഹാഫായിട്ട് ഇതുപോലെ ഹാഫായിട്ട് വരുന്ന ഗ്രാനി സ്ക്വയർസാണ് നമുക്കിനി ചെയ്യാനുള്ളത്. അത് സെയിം പ്രോസസ്സ് തന്നെയാണ്, എല്ലാം പകുതി പകുതിയായി ചെയ്താൽ മതി. ഫസ്റ്റ് തന്നെ നമ്മൾ ഞാനതിൽ കാണിക്കുന്നുണ്ട് ചെയ്യുന്നത്, ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫസ്റ്റ് തന്നെ നമ്മൾ 4 മാജിക് സർക്കിളിലുള്ള 4 CS അഥവാ സിംഗിൾ ക്രോഷീസ് ചെയ്തിട്ട് 4 പെറ്റൽസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഗ്രാനി സ്ക്വയറിൽ തന്നെ ഞാൻ കാണിക്കുമ്പോൾ പറഞ്ഞാൽ അതിൽ മാത്രമേ ചെറിയൊരു വ്യത്യാസമുള്ളൂ, ബാക്കിയൊക്കെ സെയിം ആണ്. ദെൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാജിക് സർക്കിൾ ഇടണം, അതുപോലെ 4 CS സിംഗിൾ ക്രോഷീസ് ചെയ്യുന്നു. ആൻഡ് ഇപ്പോൾ നമ്മളിത് ഏകദേശം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ പെറ്റൽസാണ് ചെയ്യുള്ളത്. അപ്പോൾ നമ്മൾ 4 മാജിക് സർക്കിളിൽ 4 സിംഗിൾ ക്രോഷേസ് ചെയ്തുകൊണ്ട് നമുക്ക് പെറ്റൽസും 4 ആയിട്ട് ചെയ്യണം. ദെൻ സ്ലിപ്പ് സ്റ്റിച്ച് ഇടണം. ദെൻ 4 പെറ്റൽസാണ് ഇവിടെയൊക്കെ സെയിം ആണ്, നേരെ പകുതി ആയിട്ട് എടുക്കുക. ആൻഡ് പെറ്റൽസിൽ വരുമ്പോൾ നമ്മൾ ഫ്ലവറിൽ വരുമ്പോൾ അത് കവറായിട്ട് റൗണ്ട് ഷേപ്പ് വരും. ഇതൊരു ഹാഫ് ആകുമ്പോൾ അവിടെ സ്റ്റോപ്പാക്കുക, അത് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല.
ഇപ്പം നമ്മളിത് ഫുള്ളായിട്ട് തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് യാണ് അതിലൂടെ ഇങ്ങനെ അടുത്ത ടൈറ്റൻ ചെയ്ത് വെക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹാഫ് ആയിട്ടാണ് അത് നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ആ ഒരു ഷേപ്പിലാണ് അത് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഗ്രീൻ വെച്ചിട്ടാണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. അവിടെ മാത്രമാണ് ചെറുതായിട്ടൊരു വ്യത്യാസം നമുക്കുള്ളൂ. ആൻഡ് ഇനി നെക്സ്റ്റ് നമുക്ക് ഗ്രീൻ വെച്ചിട്ട് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്യണം. സെയിം ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യേസ് ചെയ്യാം. നമ്മൾ നേരത്തെ ആ ഒരു മിനി ഗ്രാനി സ്ക്വയറിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് 3 ഡബിൾ ക്രോഷ്യ ആൻഡ് 2 ചെയിൻ അഗെയിൻ 3 ഡബിൾ ക്രോഷ്യ. ഇതാണ് നമ്മൾ ആ കോർണറിന് വേണ്ടിയിട്ട് ചെയ്തിരുന്നത്. ഇതിന് നമുക്ക് ഒരു കോർണർ മാത്രമാണ് വേണ്ടതുള്ളൂ. ആൻഡ് അതിന് വേണ്ടി നമ്മൾ കണക്ട് ചെയ്യുന്നു. 3 ചെയിൻസ്, turn over the yarn and 1 double crochet, 2 and 3 double crochets. ആൻഡ് ഇത് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ സെക്കൻഡ് പെറ്റലിൻ്റെ ആ ഒരു ചെയിൻ ഗ്യാപ്പിലോട്ടാണ് നമ്മൾ കിടക്കേണ്ടത്. ആൻഡ് അഗെയിൻ 3 ഡബിൾ ക്രോഷ്യ ആൻഡ് 2 സെയിം ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ചെയ്യാനുള്ളത് 3 ഡബിൾ ക്രോഷ്യേസ് ചെയ്തതിന് ശേഷം 2 ചെയിൻസ് 3 ഡബിൾ ക്രോഷ്യേസ്. ഇതാണ് ഒരു സ്റ്റിച്ച്. നമ്മൾ 4 കോർണേഴ്സിൽ ചെയ്ത ആ ഒരു സെയിം സ്റ്റെപ്പ് നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ഒരു കോർണർ മാത്രമാണ് നമുക്ക് വേണ്ടതുള്ളൂ. അത് കാരണം 2 പെറ്റൽ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാണ് വേണ്ടത്. അഗെയിൻ ഈ ഒരു പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യുക. 3 ഡബിൾ ക്രോഷ്യ സെയിം സ്റ്റിച്ചിൽ തന്നെ ചെയ്തിട്ട് അതൊക്കെ ഞാൻ ഫുള്ളായിട്ട് ഫൈനൽ ലുക്ക് കാണിക്കുക. നിങ്ങൾ ചെയ്യുന്നത് ജസ്റ്റ് ഇങ്ങനെ നോട്ടീസ് ചെയ്തിട്ട് മനസ്സിലാക്കുക. വല്ലാണ്ട് വ്യത്യാസമൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു നമ്മൾ 4 കോർണേഴ്സ് ചെയ്തതിൻ്റെ അവിടെ നമ്മൾ 1 കോർണറിൻ്റെ അവിടെ മാത്രമാണ് ഈ ഒരു സെയിം സ്റ്റെപ്പ് ചെയ്യണം. അത്ര തന്നെ വ്യത്യാസമുള്ളൂ. ആൻഡ് ഇപ്പം നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏറെ ഫുള്ളായിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഇപ്പം ഇത് ഫുള്ളായിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനത്തെ 5 ഹാഫ് ഗ്രാനി സ്ക്വയേഴ്സും മിനി ഗ്രാനി സ്ക്വയേഴ്സ് 10 എണ്ണമാണ്. ടോട്ടൽ 15 എണ്ണമാണ് കേട്ടോ. ആൻഡ് ഇത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ 5 ഹാഫ് ഗ്രാനി സ്ക്വയർസ് ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങനെ അറേഞ്ച് ചെയ്യുക. 10 മിനി ഗ്രാനി സ്ക്വയർ ഈ ഒരു ഞാൻ അറേഞ്ച് ചെയ്ത പോലെ നിങ്ങൾ അറേഞ്ച് ചെയ്യുക. ആൻഡ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത ശേഷം നമ്മൾ ഇപ്പോൾ ഞാൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ജസ്റ്റ് നമ്മൾ നോർമൽ ഗ്രാനി സ്ക്വയറൊക്കെ എങ്ങനെയാണോ തമ്മിൽ കൂട്ടി അറ്റാച്ച് ചെയ്യുന്നത് സെയിം ആ ഒരു പ്രോസസ്സ് തന്നെയാണ് ചെയ്യാനുള്ളത് കേട്ടോ. അതൊക്കെ ഞാൻ വിശദമായി കാണിച്ചിട്ടുണ്ട് ഒരു വീഡിയോയിൽ. ആ ഒരു ഗ്രാനി സ്ക്വയറിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടാണെങ്കിൽ നിങ്ങൾക്കത് യൂസ്ഫുള്ളാവും. ആൻഡ് ഇപ്പോൾ നമ്മൾ ഈ ഒരു കാണിച്ച സെയിം സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ഈ ഒരു വർക്ക് ഫുള്ള് ഈ ഒരു സെയിം സ്റ്റെപ്പാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. ആൻഡ് ഇപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ആ ഒരു ബോർഡേഴ്സൊക്കെ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടി ഞാൻ
സിംഗിൾ ക്രോഷ്യേസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കണ്ടോ ഫുള്ളായിട്ട് സിംഗിൾ ക്രോഷ്യേസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോർണർ ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫുള്ളായിട്ട് ഈ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ദെൻ ആ ഒരു സ്ട്രാപ്പിന് ഞാൻ ബ്രൗൺ കളറിലാണ് വെച്ചും ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.